കെയർ ഹോമിലേക്ക് ജോബിന് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? കുറച്ച് കാലമായിട്ട് ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ കെയർ ഹോമിലേക്ക് വേണ്ടിയിട്ട് ഒരുപാട് റെസ്യൂമേ പ്രിപ്പറേഷന് വരാറുണ്ട്. അപ്പോൾ അതിൽ 2 കാറ്റഗറിയുള്ള ആൾക്കാരാണ് അതിലുണ്ടാവുക മെയിനായിട്ട്. ഒന്നാമത്തേത് നഴ്സിംഗ് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും. രണ്ടാമത്തേത് അങ്ങനെ സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നവരായിരിക്കും. അവർക്ക് പ്രോപ്പറായിട്ട് അതിലേക്ക് വേണ്ട ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അതിൻ്റെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസോ ട്രെയിനിങ്ങോ കാര്യമായിട്ടില്ലാത്ത ആളുകളായിരിക്കും. അല്ലെങ്കിൽ സ്പൗസ് വിസയിൽ പോകുന്നവർ ചിലർ വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് നമുക്കൊരു പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് ആ ഒരു ജോബിന് റെലവൻ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ റെസ്യൂമെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. നിങ്ങളുടെ വോളണ്ടിയറിങ് എക്സ്പീരിയൻസും നമ്മളുടെ ട്രാൻസ്ഫറബിൾ സ്കിൽസും. വോളണ്ടിയറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കെയർ ഹോമിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് അതിന് പ്രോപ്പർ സ്കിൽ സെറ്റ് വേണം. ലൈക്ക് നമ്മൾ കുറേയും കൂടെ എംപത്തറ്റിക് ആവണം, കുറേയും കൂടെ നമ്മൾ കെയർ ചെയ്യാനിരിക്കുകയാണ്. പലപ്പോഴും ഓൾഡ് ഏജ് കെയർ ഹോംസ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ കുറേയും കൂടെ കമ്പാഷനേറ്റ് ആവണം. നമ്മൾ അങ്ങനെയുള്ള ഒരു സർട്ടൻ സെറ്റ് ഓഫ് സ്കിൽസ് ഉണ്ട്. ഇപ്പോൾ ഈ ട്രാൻസ്ഫറബിൾ സ്കിൽസ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് വരുന്നത് ഇതൊക്കെയാണ്. നമ്മൾ ചെയ്ത ജോബിലെ ചില സ്കിൽസ് അത് നമുക്ക് ജനറലി എല്ലായിടത്തേക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളത് സെയിൽസ് എന്നുള്ളൊരു ഫീൽഡിലാണെന്ന് വിചാരിക്കൂ. നമ്മളൊരു കെയർ ഹോമിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. സംവെയർ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ UK ന്യൂസിലാൻഡിലോ. നമുക്ക് സെയിൽസ് എന്നുള്ളൊരു പ്രൊഫഷൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കമ്മ്യൂണിക്കേഷനും നമ്മുടെ ലിസണിങ് സ്കിൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. നമ്മളത് ഗ്രോ ചെയ്തിട്ടുണ്ടാവും. ഓരോ ഇയർ കഴിയുന്തോറും നമ്മളുടെ വർക്കിൽ അഡ്വാൻസ് ചെയ്യുന്നതോറും നമ്മളത് പോളിഷ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതൊരു ട്രാൻസ്ഫറബിൾ സ്കില്ലാണ് ഇവിടെ. അത് നമുക്ക് കൃത്യമായിട്ട് നമുക്കത് റെസ്യൂമിൽ ഹൈലൈറ്റ് ചെയ്യാം. നമുക്കത് കെയർ ഹോമിലേക്ക് കണക്ട് ചെയ്ത് എഴുതാം. എങ്ങനെയാണെന്ന് വെച്ചാൽ കെയർ ഹോമിൽ നമുക്ക് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേണം, അവിടെ ഒരു ആക്റ്റീവ് ലിസണിങ് കപ്പാസിറ്റി വേണം വർക്ക് ചെയ്യണമെങ്കിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് ചില സ്കിൽസ് ട്രാൻസ്ഫറബിൾ ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് റെസ്യൂമിൽ ഹൈലൈറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് അങ്ങനെ തന്നെ നമ്മുടെ കവർ ലെറ്ററിൽ കൃത്യമായിട്ട് അത് മെൻഷൻ ചെയ്യാം. ഞാനിങ്ങനെ സെയിൽസ് ടീമിലായിരുന്നു, അപ്പം ഇത്ര രീതിയിൽ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ലിസണിങ് സ്കില്ലും ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഞാനതിൽ എക്സലൻ്റ് ആയി വിതിൻ ദിസ് ഇയേഴ്സ്. സോ എനിക്കത് കൃത്യമായിട്ട് ഈ ഒരു റോളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നമുക്കൊരു സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷനൊക്കെ ആവശ്യമുണ്ട്, പൊളൈറ്റ് ആയിരിക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ നമ്മൾ നല്ല ഓർഗനൈസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് സ്കിൽസ് എന്താണെന്ന് പറയാം. കമ്മ്യൂണിക്കേഷൻ, ലിസണിങ്, എംപതി, പേഷ്യൻസ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, ബേസിക് മെഡിക്കൽ നോളജ്, ഒരു ജനറൽ ആയിട്ടുള്ളൊരു നോളജ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ടൈം മാനേജ്മെൻറ്റ്, അഡാപ്റ്റബിലിറ്റി, ഇങ്ങനെയുള്ള സ്കിൽസൊക്കെ നമുക്ക് ട്രാൻസ്ഫറബിൾ സ്കിൽസായിട്ട് കൺസിഡർ ചെയ്യാം കേട്ടോ. പിന്നെ രണ്ടാമത് പറഞ്ഞത് വോളണ്ടിയറിങ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പലപ്പോഴായിട്ടും ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്തായിക്കോട്ടെ, നമ്മളുടെ നാട്ടിലായിക്കോട്ടെ, വർക്ക് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടായിക്കോട്ടെ, നമ്മൾ പല രീതിയിൽ നമ്മൾ വോളണ്ടിയർ ചെയ്തിട്ടുണ്ടായിരിക്കും, പല സ്ഥലങ്ങളിൽ വോളണ്ടിയർ ചെയ്തിട്ടുണ്ടായിരിക്കും. വോളണ്ടിയറിങ് എന്നുള്ളത് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് റെസ്യൂമിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഗതിയാണ്. മേ ബി 2018 ഫ്ലഡ് ഉണ്ടായ സമയത്ത് ഒത്തിരി പേര് വോളണ്ടിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ റോളിനനുസരിച്ച് അത് കൃത്യമായിട്ടൊന്ന് കുക്ക് ചെയ്ത് എഴുതണമെന്ന് മാത്രം. എന്ന് വെച്ചാൽ ശരിയല്ലാത്ത കാര്യങ്ങൾ എഴുതണമെന്നല്ല, അതിനൊന്ന് ടൈലർ ചെയ്യണം ഇതിനനുസരിച്ചിട്ട്, റോളിനനുസരിച്ചിട്ടെന്ന് മാത്രം. പിന്നെ കോളേജിൽ വോളണ്ടിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, നാട്ടിലേതെങ്കിലും ക്ലബിൻ്റെ ഭാഗമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെ ഗവൺമെൻറ്റിൻ്റെ തന്നെ സാമൂഹിക സന്നദ്ധ സേന അവർക്കൊക്കെ ഒരുപാട് ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എയ്ഡ്, CPR പോലെയുള്ള അടുത്തൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അവരുടെ ഭാഗമായിട്ട്. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാം. അപ്പം അങ്ങനെ പല രീതിയിൽ നമുക്ക് വോളണ്ടിയറിങ് നമ്മുടെ റെസ്യൂമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ റോൾ എന്തായിരുന്നു, നമ്മൾ അവിടെ ചെയ്ത കീ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായിരുന്നു, ഏത് സ്ഥാപനം അല്ലെങ്കിൽ എവിടെയാണ് വർക്ക് ചെയ്തത്, എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തത് എന്നുള്ളത്, അതിൻ്റെ ലൊക്കേഷൻ, ആ ഒരു ടൈം പീരീഡ് അടക്കം എഴുതാം. സോ വോളണ്ടിയറിങ് ഡെഫിനറ്റ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഓൾവേസ് നമ്മുടെ റെസ്യൂമെ കൃത്യമായിട്ട് അതിന് ആ ഒരു റോൾ, കെയർ ഹോമിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന റോളിലേക്ക് അതെന്താണെന്നത് അവിടുത്തെ നീഡ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിലേക്ക് ടൈലർ ചെയ്യാം.